വെൽക്കം ബാക്ക്. ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 13, 2025 തിങ്കളാഴ്ച. നല്ലൊരു തിങ്കളാഴ്ച നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സുപ്രധാനമായ ഒരു മുന്നറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പകൽ ചൂട് ഇന്ന് 3 ഡിഗ്രി വരെ ഉയർന്നേക്കാം. ജനുവരിയിൽ കേരളത്തിലെ തണുപ്പ് കുറഞ്ഞ് പകൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പകൽ താപനില തിങ്കളാഴ്ച സാധാരണയുള്ളതിലും 1 മുതൽ 3 വരെ ഡിഗ്രി ഉയർന്നേക്കാമെന്നും പ്രവചിക്കുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവുമാണ് ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത്. ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന മെസ്സിയുടെ വരവ് ആശയക്കുഴപ്പത്തിൽ. മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ആശയക്കുഴപ്പം. ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജന്റീനയും നായകൻ ലയണൽ മെസ്സിയും ഒക്ടോബറിൽ കേരളത്തിൽ എത്തുന്നത് സംബന്ധിച്ചുള്ള കായിക മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ആശയക്കുഴപ്പം. ഒക്ടോബർ 25 മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടെ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ പിന്നീട് മന്ത്രി തയ്യാറായില്ല. അർജന്റീന ടീം നവംബറിൽ കേരളത്തിലെത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. മെസ്സിയെയും റൊണാൾഡോയെയും ഇഷ്ടപ്പെടുന്നവർ പ്ലീസ് കമൻറ്റ്. ആയുധം കണ്ടെത്താത്തതുകൊണ്ട് കേസ് തള്ളാനാകില്ല. കൊലപാതക കേസുകളിൽ സുപ്രീം കോടതി. വിശ്വസനീയമായ സാക്ഷിമൊഴിയുണ്ടെങ്കിൽ ആയുധം കണ്ടെത്തിയില്ലെന്നതുകൊണ്ട് മാത്രം പ്രോസിക്യൂഷൻ കേസ് തള്ളാനാവില്ലെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി. ഛത്തീസ്ഗഡിലെ ഒരു കൊലപാതക കേസിലെ പ്രതികളുടെ അപ്പീൽ പരിഗണിച്ചാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കുമ്പോഴുണ്ടായിരുന്ന 2 സാക്ഷികൾ കൂറുമാറിയതാണ് പ്രതികൾ ചൂണ്ടിക്കാട്ടിയത്. ആയുധം കണ്ടെടുക്കുന്നത് കണ്ടെന്ന മെമ്മോയിൽ ഇവർ ഒപ്പുവെച്ചിരുന്നെങ്കിലും അത് സമ്മർദ്ദം കൊണ്ടാണെന്നും അതിലെന്താണ് എഴുതിയിരുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് കൂറുമാറിയ സാക്ഷികൾ പറഞ്ഞത്. എന്നാൽ ഈ മൊഴികൾ വിശ്വസനീയമല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വിശ്വസനീയമായ ദൃക്സാക്ഷി മൊഴിയുണ്ടെങ്കിൽ ആയുധം കണ്ടെത്തിയില്ലെങ്കിൽ പോലും കേസിനെ ബാധിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കൊലപാതക കേസുകളിൽ നിത്യേന നടക്കുന്ന ഒരു സ്ഥിരം സംഭവം തന്നെയാണ് സാക്ഷികളെ സ്വാധീനിക്കൽ. എന്നാൽ ഈ വിധിയോടെ ഇരകൾക്ക് പൂർണ്ണമായും നീതി കിട്ടട്ടെയെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാകുംഭമേള ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമത്തിന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ഒരുങ്ങി. 1 മാസത്തിലധികം നീളുന്ന ചടങ്ങുകൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. മഹാകുംഭമേളയിൽ 40 കോടി തീർത്ഥാടകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 24 കോടി ആളുകളാണ് എത്തിയത്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേളയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത് ഏകദേശം 7000 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ 3500 കോടിയായിരുന്നു. 4000 ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയ്ഡെക്സ് ഡോക്കിംഗ് ട്രയൽ റൺ നടത്തി. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിങ്ങിനുള്ള ട്രയൽ നടത്തി. 30 മീറ്റർ അകലത്തിലായിരുന്ന പേടകങ്ങൾ തമ്മിലുള്ള ദൂരം 15 മീറ്ററായും 3 മീറ്ററായും കുറച്ച ശേഷം തിരികെ സുരക്ഷിത അകലത്തിൽ ആക്കിയെന്ന് ISRO അറിയിച്ചു. വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം കൂട്ടിയോജിപ്പിക്കൽ പ്രക്രിയ നടത്തും. പീച്ചി ഡാം റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണു. പീച്ചി ഡാം റിസർവോയറിൻ്റെ തെക്കേക്കുളം ഭാഗത്ത് 4 വിദ്യാർത്ഥിനികൾ വെള്ളത്തിൽ വീണു. 3 പേരുടെ നില ഗുരുതരമാണ്. 4 പേരും തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ പാറശ്ശേരി വീട്ടിൽ സജിയുടെയും സെറീനയുടെയും മകൾ ആൻ ഗ്രേസ്, ചുങ്കത്ത് ഷാജൻ്റെയും സിജിയുടെയും മകൾ അലീന ഷാജൻ, മുരിങ്ങത്തുപറമ്പിൽ ബിനോജിൻ്റെയും ജൂലിയയുടെയും മകൾ എറിൻ, പുളിയമാക്കൽ ജോണിയുടെയും ഷാലുവിൻ്റെയും മകൾ നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും തൃശൂർ സെയിൻറ്റ് ക്ലേസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട 3 പേർ.
ഉച്ചഭക്ഷണത്തിന് ശേഷം റിസർവോയർ കാണാൻ 4 പേരും ഹിമയും കൂടി പോയതായിരുന്നു. ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കാൽ വഴുതി ആദ്യം 2 പേർ വീണു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു 2 പേരും വീണു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വെള്ളത്തിൽ നിന്ന് 4 പേരെയും പുറത്തെടുത്തത്. ഉടൻ CPR നൽകി തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. 20 മിനിറ്റിനുള്ളിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങി. മകരസംക്രമ സന്ധ്യയിൽ ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള ആഭരണങ്ങളുമായി തിരുവാഭരണ ഘോഷയാത്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്തളത്തു നിന്ന് പുറപ്പെട്ടു. പരമ്പരാഗത പാതയിലൂടെ കാൽനടയായി നീങ്ങുന്ന ഘോഷയാത്രാ സംഘം ചൊവ്വാഴ്ച വൈകിട്ട് ശബരിമലയിലെത്തും. ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഞായറാഴ്ച 11:45 പന്തളത്തെ തിരുവാഭരണ മാളികയിൽ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചു. വലിയ തമ്പുരാൻ തിരുവോണനാൾ രാജവർമ്മയ്ക്കു വേണ്ടി ഇളമുറ തമ്പുരാൻ കൈപ്പുഴ പടിഞ്ഞാറത്തോളം മംഗളവിലാസം കൊട്ടാരത്തിൽ അവിട്ടം നാൾ രവിവർമ്മ രാജപ്രതിനിധിയെയും തിരുവാഭരണ പേടകവാഹകരെയും പല്ലക്കുവാഹകരെയും സംഘാംഗങ്ങളെയും ഭസ്മം നൽകി അനുഗ്രഹിച്ചു. തുടർന്ന് ഇളമുറ തമ്പുരാനെയും രാജപ്രതിനിധി രാജരാജവർമ്മയെയും വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. 12-ന് ക്ഷേത്രത്തിൽ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. മേൽശാന്തി ശ്രീകോവിൽ പൂജിച്ച ഉടവാൾ ഇളമുറ തമ്പുരാന് നൽകി. 12:50 തിരുവാഭരണങ്ങൾ പെട്ടികളിലാക്കി. രാജപ്രതിനിധിയും പരിവാരങ്ങളും ക്ഷേത്രത്തിന് വലം വെച്ച് രാജരാജശേഖര മണ്ഡപത്തിന് മുന്നിൽ ഒരുക്കിയിരുന്ന പല്ലക്കിലേറി യാത്ര തിരിച്ചു. 1 മണിക്ക് തിരുവാഭരണ പേടകങ്ങൾ ക്ഷേത്രത്തിന് പുറത്തേക്കെടുത്ത് ഘോഷയാത്ര പുറപ്പെട്ടു. ഗാസയിലെ വിദ്യാഭ്യാസ സംവിധാനം ഇസ്രായേൽ തകർത്തു. മലാല. ഗാസയിലെ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനത്തെയും ഇസ്രായേൽ തകർത്ത് കളഞ്ഞെന്ന് നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി. മുസ്ലിം സമുദായങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ജന്മനാടായ പാകിസ്ഥാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മലാല. ഗാസയിലെ സർവകലാശാലകളെല്ലാം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. 90% സ്കൂളുകളും നശിപ്പിച്ചു. പാലസ്തീനിലെ കുട്ടികൾക്ക് അവരുടെ ജീവിതവും ഭാവിയും നഷ്ടമായി. പാലസ്തീൻ പെൺകുട്ടികൾക്ക് അവരർഹിക്കുന്ന ഭാവി ഇനി ഉണ്ടാകില്ല, മലാല വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ ഇനിയും ശബ്ദമുയർത്തുമെന്നും കൂട്ടിച്ചേർത്തു. അഫ്ഗാൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസം നിഷേധിക്കുന്ന താലിബാനെതിരെ രംഗത്തിറങ്ങാൻ മുസ്ലിം നേതാക്കളോട് മലാല ആഹ്വാനം ചെയ്തു. താലിബാൻ സ്ത്രീകളെ മനുഷ്യരായി കാണുന്നില്ലെന്നും തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ അവർ സാംസ്കാരികവും മതപരവുമായ ന്യായീകരണം കൊണ്ട് മറയ്ക്കുകയാണെന്നും മലാല കുറ്റപ്പെടുത്തി. 2012 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വാദിച്ചതിനാണ് പാകിസ്ഥാനിലെ താലിബാൻ ഭീകരർ 15 വയസ്സുകാരി മലാലയെ ആക്രമിച്ചത്. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മലാലയെ തേടിയെത്തി. ഒടുവിൽ ചൈന മിണ്ടി. ലോകത്തെ ആശങ്കയിലാഴ്ത്തിയ രാജ്യത്തെ പുതിയ വൈറസ് ബാധയെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം നൽകി ചൈന. നിലവിൽ ചൈനയിൽ വ്യാപിച്ചിരിക്കുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഒരു പുതിയ ഇനമല്ലെന്നും ഏതാനും പതിറ്റാണ്ടുകളായി ഈ വൈറസ് ബാധ മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ചൈനയുടെ ദേശീയ ഹെൽത്ത് കമ്മീഷൻ അറിയിച്ചു. മെഡിക്കൽ സംഘം നടത്തിയ പത്രസമ്മേളനത്തിലാണ് വിശദീകരണം. അടുത്തിടെ പടർന്ന ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികൾ നേരത്തെ തിരിച്ചറിയപ്പെട്ട രോഗകാരികൾ കാരണമാണ്, പുതിയ സാംക്രമിക രോഗമല്ലെന്നും വാർത്താസമ്മേളനത്തിൽ വിശദീകരണം നടത്തി. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതി നൽകി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് പോലീസിന് പരാതി നൽകി. സൈബർ ഇടങ്ങളിൽ രാഹുലിൻ്റെ നേതൃത്വത്തിൽ സംഘടിത ആക്രമണം നടത്തുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുടേതടക്കം പകർപ്പുകളും പരാതിയുടെ കൂടെ നൽകി. പരാതി പരിശോധിച്ചു വരികയാണെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി ജിജി പറഞ്ഞു. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഈശ്വർ നടി ഹണി റോസിനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃശൂർ സ്വദേശിയും സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകി. മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ. നടി ഹണി റോസിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചു. ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കും. ചാനൽ ചർച്ചയിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നതായി ഹർജിക്കാരൻ പറയുന്നു.
ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത്. വിമർശിച്ചു എന്നല്ലാതെ നുണയോ അപവാദമോ പറഞ്ഞിട്ടില്ലെന്നും അപേക്ഷയിൽ പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫി ബുംറ കളിക്കുന്നത് സംശയത്തിൽ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അടുത്ത മാസം തുടങ്ങാനിരിക്കെ ഇന്ത്യൻ ടീമിന് ആശങ്കയുമായി. ജസ്പ്രീത് ബുംറയുടെ പരിക്ക്. ഇന്ത്യയുടെ പ്രധാന പേസ് ബോളർ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പിന്മാറിയേക്കുമെന്നാണ് സൂചന. പുറംവേദന കാരണം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിലെ അവസാന ഇന്നിംഗ്സിൽ ബുംറ ബോൾ ചെയ്തിരുന്നില്ല. തുടർന്ന് ചികിത്സയിലാണ് അദ്ദേഹം. അടുത്ത ആഴ്ച തുടങ്ങുന്ന ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ബുംറ കളിക്കില്ല. ജമീമ റോഡ്രിഗസിൻ്റെ കന്നി സെഞ്ചുറിയുടെ ബലത്തിൽ റെക്കോർഡ് സ്കോർ പടുത്തുയർത്തിയ ഇന്ത്യൻ വനിതാ ടീം തകർപ്പൻ ജയവും സ്വന്തമാക്കി. അയർലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 116 റൺസിനാണ് ജയിച്ചത്. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യ 50 ഓവറിൽ 5-ന് 370, അയർലൻഡ് 50 ഓവറിൽ 7-ന് 254. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ വനിതകൾ വനിതാ ഏകദിനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറിലെത്തി. 2017 അയർലൻഡിനെതിരെ 2 വിക്കറ്റിന് 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. 91 പന്തിലാണ് ജമീമ 102 റൺസ് നേടിയത്. ഇതിൽ 12 ഫോറും ഉൾപ്പെടുന്നു. ഇന്ത്യൻ ബാറ്റിങ്ങിൽ ആദ്യ 3 പേരും അർദ്ധ സെഞ്ചുറി നേടി. ക്യാപ്റ്റൻ സ്മൃതി മന്ദാന 54 പന്തിൽ 73, പ്രാത്തിക റാവൽ 61 പന്തിൽ 67, ഹർലിൻ ഡിയോൺ 84 പന്തിൽ 89 എന്നിവരാണ് അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയത്. മന്ദാനയുടെ ഇന്നിംഗ്സിൽ 10 ഫോറും 2 സിക്സറുമുണ്ട്. ഉത്തരാഖണ്ഡിൽ 28 മുതൽ ഫെബ്രുവരി 14 വരെ നടക്കുന്ന 38ാം ദേശീയ ഗെയിംസിന് കേരളം തയ്യാറെടുപ്പ് തുടങ്ങി. 17 ഇനങ്ങളുടെ പരിശീലന ക്യാമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. വുഷു, ട്രയത്തലോൺ, തുഴച്ചിൽ, അമ്പെയ്ത്ത്, ഭാരോദ്വഹനം, നീന്തൽ, വാട്ടർ പോളോ, നെറ്റ്ബോൾ ആൻഡ് ഫാസ്റ്റ് 5, ഫുട്ബോൾ, കൊക്കോ, സ്ക്വാഷ്, തൈക്വാൻഡോ, ഫെൻസിംഗ്, കനോയിങ്, കയാക്കിംഗ്, ജൂഡോ ക്യാമ്പുകളാണ് ഇതിനോടകം വിവിധ കേന്ദ്രങ്ങളിൽ തുടങ്ങിയത്. ടേബിൾ ടെന്നീസ്, ജൂഡോ ക്യാമ്പുകൾ തിങ്കളാഴ്ച തുടങ്ങും. ബാസ്കറ്റ്ബോൾ 3on3, 5on5, ബീച്ച് ഹാൻഡ്ബോൾ ക്യാമ്പുകൾ 17-ന് തുടങ്ങും. അത്ലറ്റിക് ടീമിൻ്റെ ക്യാമ്പ് 19-ന് തിരുവനന്തപുരം LNCPയിൽ തുടങ്ങും. ഇതോടെ ഇന്നത്തെ ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ വാർത്താവായന അവസാനിക്കുന്നു. വാർത്താവായന നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടുകളാണ് മുന്നോട്ടുള്ള യാത്രയിൽ ന്യൂസ് റീഡിങ്ങിന് ഏറെ പ്രധാനം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.